ഒരു സമൂഹത്തിന്റെ ഒരു നെടുംതൂൺ എന്ന് അറിയപ്പെടുന്നത് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളാണ് ആ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് എക്കാലത്തും. പക്ഷെ ഈ കുറച്ച് കാലഘട്ടത്തിലായി മാധ്യമങ്ങൾ നിർവഹിക്കേണ്ട ധർമ്മത്തെക്കുറിച്ചാണ് ലോകം മുഴുവനും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മുമ്പ് ഇങ്ങനെ പലരും പറയുന്നുണ്ട് കാണാം, ഒരു സത്യം ചെരുപ്പിടുമ്പോഴേക്കും കളവ് ലോകം മുഴുവനും ചുറ്റി വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ്. എന്താണ് ഈ ഒരു വിഷയവുമായി ഉസ്താദിന് സംസാരിക്കാനുള്ളത്? നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ ഒരുപാട് ധർമ്മങ്ങൾ നിർവഹിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതെ അതെ. കാരണം ഇപ്പോൾ ഏത് ആളുകളും സോഷ്യൽ മീഡിയ അവലംബിക്കുന്ന വളരെ ബൃഹത്തായൊരു കാലമാണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ആളുകൾ കൂടുതൽ ആശ്രയിക്കുന്നത് മാധ്യമങ്ങളെ കൂടെ തന്നെ ആവുമ്പോൾ ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അണികൾക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കളവ് പരത്തുന്ന, അതായത് ചില ആളുകളെ കുറിച്ച് അയാളെപ്പറ്റി സമുദായം വിലയിരുത്തുന്നത് അയാളൊരു ജനങ്ങൾക്ക് പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ എന്ന് നിലക്കാണ്. അങ്ങനെയുള്ള ആള്, അതായത് ജനങ്ങളാൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരാൾ, അയാൾ ഈ രൂപത്തിൽ നെഗറ്റീവ് സന്ദേശം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അയാൾ ജനങ്ങളെ വിശ്വസിക്കുമ്പോൾ കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും പറയുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നം. ചില ആളുകൾ വിചാരിച്ചു എനിക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ അത് ജനങ്ങളോട് പറയണം എന്നുള്ളത്. ഒരാളെ കള്ളനാക്കാൻ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഒരാളെ കള്ളനാക്കാൻ അയാൾ കേൾക്കുന്ന കാര്യങ്ങൾ എല്ലാം ഷെയർ ചെയ്യണം എന്ന ചിന്തയിലേക്ക് വരുമ്പോഴാണ് അയാൾ ഏറ്റവും വലിയ കള്ളനായി മാറുക എന്നുള്ളത്. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ്.